ഈ സ്നേഹം എന്ന് പറയുന്നതേ പ്രകടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. പൊതിഞ്ഞു കെട്ടിയത് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും അത് തിരിച്ചറിയാതെ പോകും. അർഹിക്കുന്ന ആൾക്കാർക്ക് അവരറിഞ്ഞുകൊണ്ട് തന്നെ വേണം സ്നേഹിക്കാൻ. എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്നും എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല, പറ്റുന്നില്ല എന്നൊക്കെ വിലപിക്കുന്ന പലരെയും നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും അല്ലേ. ആ ചിലരിൽ നാമുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും എന്നതാണ് വിഷമകരം. അത്തരക്കാരെ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ കമലാസുരയ്യ പറഞ്ഞ ചില വരികളാണ്. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ എന്ന്. എത്ര സത്യമാണല്ലേ. സ്നേഹം ഒരു കടമയും ബാധ്യതയും ഉത്തരവാദിത്വം ഒക്കെയാണ്. വായ്പ വാങ്ങിയ പണം പോലെ അത് നൽകേണ്ടവർക്ക് നൽകേണ്ട സമയത്ത് തിരിച്ചു നൽകുവാൻ ഒട്ടുമാത്രം കാണിക്കരുത്. എന്തെന്നാൽ നാളെ അത് നൽകാൻ നമ്മളോ അത് വാങ്ങാൻ അവരോ കാണണമെന്നില്ല. ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപേ അത് പ്രകടിപ്പിക്കണം അല്ലേ. ശ്വാസം നിലച്ച ശേഷം മൂർധാവിൽ ചുംബിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ താജ്മഹൽ കാണാൻ പോയി. എത്ര സുന്ദരമായ മനോഹരമായ ഒരു മന്ദിരമാണിത്. സങ്കീർണമായ കൊത്തുപണികളും വിലയേറിയ കല്ലുകളുമൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ. ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് വേണ്ടി പണി കഴിപ്പിച്ച പ്രണയത്തിൻ്റെ പ്രതീകം. ഈ ലോകം മുഴുവൻ അതിൻ്റെ സൗന്ദര്യം കാണുന്നു, ആസ്വദിക്കുന്നു. പക്ഷെ കാണേണ്ടവൾ മാത്രം അത് കണ്ടില്ല, മുംതാസ്. കാരണം മുംതാസിൻ്റെ മരണശേഷം ഉണ്ടാക്കിയ അവളുടെ ശവകുടീരമാണത്. തുറക്കട്ടെ മനസ്സുകൾ.